വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ ദില്ലി സർക്കാർ എന്ത് നടപടിയെടുത്തു? ദില്ലിയിൽ അതിരൂക്ഷമാവുന്ന വായു മലിനീകരണത്തിൽ AAP സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ദില്ലിയിൽ വായു മലിനീകരണം അതീവ ഗുരുതര വിഭാഗത്തിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ 8 മണി മുതൽ GRAP 4 നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റ ഇരട്ടയക്ക് വാഹന നമ്പറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്വകാര്യ വാഹനങ്ങൾക്ക് നിരത്തിലിറങ്ങാൻ കഴിയുക. 10-12 ഒഴികെയുള്ള ക്ലാസുകൾ പൂർണ്ണമായും ഓൺലൈനാക്കി. അവശ്യ സാധനവുമായി വരുന്ന ട്രക്കുകൾ മാത്രമേ ദില്ലിയിലേക്ക് പ്രവേശനമുള്ളൂ. മലിനീകരണ തോത് ഉയർന്നതോടെ അതിശക്തമായ പുകമഞ്ഞാണ് ദില്ലിയിൽ. ഇതോടെ ദൃശ്യപരിധി പലയിടത്തും 100 മീറ്ററിന് താഴെയായി. ദൃശ്യപരിധി കുറഞ്ഞതോടെ ദില്ലിയിലേക്കുള്ള 5 വിമാനങ്ങൾ ജയ്പൂരിലേക്കും ഡെറാഡൂണിലേക്കും വഴിതിരിച്ചുവിട്ടു. ദില്ലിയിൽ നിന്നുള്ള വിമാനങ്ങൾ പുറപ്പെടാൻ വൈകുകയാണ്. വായു മലിനീകരണം നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ, പ്രത്യേകിച്ച് ശ്വസന വ്യവസ്ഥയെ ബാധിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ മലിനമായ വായു ശ്വസിക്കുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തെയും ബാധിക്കുമെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? വീടിനുള്ളിലും പുറത്തുമുള്ള മലിനമായ വായു ശ്വസിക്കുന്നതിലൂടെ വിഷാദം, ഉത്കണ്ഠ പോലുള്ള ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് സമീപകാല പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമായ സൂക്ഷ്മ കണികകളാണ് നൈട്രസ് ഓക്സൈഡ് എന്നിവ. ഈ സൂക്ഷ്മ കണികകൾ വായുവിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഉത്കണ്ഠയും വിഷാദവും പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ പല്ലവി രാജൻ പറയുന്നത്. മലിനമായ അന്തരീക്ഷം, ഉത്കണ്ഠ, വിഷാദം പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളെ വ്യക്തികളെ വളരെയധികം ബാധിക്കും. മാത്രവുമല്ല, നിലവിലുള്ള പഠനങ്ങൾ ഇതിന് പിന്നിലെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും പല്ലവി പറഞ്ഞു. വായു മലിനീകരണം ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിനും തലച്ചോറിലെ ന്യൂറോ ഇൻഫ്ലമേറ്ററി മാറ്റങ്ങൾക്കും കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഈ ജീവശാസ്ത്രപരമായ മാറ്റങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാകും. അമേരിക്കൻ സൈക്യാട്രിസ്റ്റ് അസോസിയേഷന്റെ അഭിപ്രായത്തിൽ വായു മലിനീകരണം മാനസികാരോഗ്യത്തെയും ബാധിക്കുമെന്നത് കാര്യമായി തെളിയുന്നുണ്ട്. 2023 എയർ പൊല്യൂഷൻസ് ഇമ്പാക്ട് ഓൺ മെന്റൽ ഹെൽത്ത് എന്ന ലേഖനത്തിൽ വായു മലിനീകരണം തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളായ ഹിപ്പോകാമ്പസ്, അമിഗ്ഡാല, പ്രീഫ്രോണ്ടേഷൻ കോർട്ടെക്സ് എന്നിവയെ ബാധിക്കുമെന്നും പറയുന്നുണ്ട്. 73% പഠനങ്ങളിലും വായു മലിനീകരണം മൃഗങ്ങളുടെയും മനുഷ്യരുടെയും മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മലിനമായ വായു ശ്വസിക്കുന്ന ആളുകൾക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ മസ്തിഷ്ക മേഖലകളിൽ മാറ്റങ്ങൾ അനുഭവപ്പെടും. തൽഫലമായി ശുദ്ധവായു ശ്വസിക്കുന്നവരെ അപേക്ഷിച്ച് അവർക്ക് ഉത്കണ്ഠയും വിഷാദവും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലെന്നും പഠനത്തിൽ തെളിയുന്നുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓഫ് സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് 2023 നടത്തിയ മറ്റൊരു പഠനം വായു മലിനീകരണം വിഷാദം, ഉത്കണ്ഠ, മാനസിക രോഗങ്ങൾ, ഒരുപക്ഷെ ഡിമെൻഷ്യ പോലുള്ള ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് എന്നിവയിലേക്ക് നയിച്ചേക്കാം എന്നതിൽ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്. കുട്ടികളും കൗമാരക്കാരും അവരുടെ മാനസിക വളർച്ചയുടെ നിർണായക ഘട്ടത്തിൽ വായു മലിനീകരണത്തിന് വിധേയരായേക്കാമെന്നും സൂചനകളുണ്ട്. അതിന്റെ പ്രത്യാഘാതമായി അവരിൽ ഭാവിയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയാകുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.